വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ശബരിമലയിൽ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. നിലവിൽ ദേവസ്വം വിജിലൻസ് ഓഫീസറായ ശ്യാം പ്രകാശിനെ വർക്കല ഗ്രൂപ്പിലെ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായാണ് സ്ഥലം മാറ്റിയത്. എൻ വാസു ദേവസ്വം കമ്മീഷണറായിരിക്കെ ശ്യാം പ്രകാശ് ക്ലാർക്കായിരുന്നു. ശ്യാമിന്റെ സ്ഥലം മാറ്റ ഉത്തരവ് മീഡിയ വണ്ണിന് ലഭിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യും. സിജോ വി ജോൺ വിശദാംശങ്ങളുമായി. സിജോ, നമുക്ക് ആദ്യം ഈ സ്ഥലം മാറ്റത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതൊരു നടപടിയായി തന്നെ കാണണമോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? 2019 ഈ ശബരിമലയിലെ കട്ടളപ്പാളിയും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിലും ഒക്കെ സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തുന്നത്. അന്ന് എൻ വാസുവാണ് ദേവസ്വം കമ്മീഷണറായിരുന്നയാള്. ആ കമ്മീഷണറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇയാളാണ് ഈ ശ്യാം പ്രകാശാണ് ഈ ഓർഡറുകളിൽ രേഖകളിലെല്ലാം സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയിരുന്ന ഉദ്യോഗസ്ഥൻ. ഇയാൾക്കെതിരെ ഇപ്പോൾ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവ് വന്നിരിക്കുന്നത്. ഇത് ഇയാൾ ഒറ്റയ്ക്ക് എന്ന നിലയിലല്ല, ഇയാൾക്കൊപ്പം മറ്റു ചില ഉദ്യോഗസ്ഥരും കൂടിയുണ്ട്. എങ്കിലും ഈ സാഹചര്യത്തിൽ വന്നിരിക്കുന്ന ഉത്തരവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ എൻ വാസുവിനെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തനും നേരത്തെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന സ്റ്റാഫും കൂടി മാറ്റിയിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം ദേവസ്വം വിജിലൻസ് ഓഫീസിലാണ് ഉള്ളത്. വിജിലൻസ് ഓഫീസിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇപ്പോൾ വർക്കല ഗ്രൂപ്പിലേക്ക് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറാക്കിയാണ് മാറ്റിയിരിക്കുന്നത്. ഇയാളെ ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു, പക്ഷെ പ്രതി ചേർക്കപ്പെടുകയൊന്നും ചെയ്തിരുന്നില്ല. എൻ വാസ് പറഞ്ഞത് അടിസ്ഥാനത്തിൽ താൻ രേഖകളിൽ അങ്ങനെ എഴുതുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആദ്യം അന്വേഷിച്ചിരുന്നത് ദേവസ്വം വിജിലൻസ് ആയിരുന്നു. ഈ ദേവസ്വം വിജിലൻസിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇയാള്. അതുകൊണ്ട് ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഇയാളെ ഭാഗമാക്കുകയും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് അന്ന് മുതൽ വന്നിരുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഇദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. അതെന്തെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടുള്ള നടപടി എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ വാസുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ, അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്.